ഹായ്, ഒരു സ്കൂട്ടർ വാങ്ങി. ടി വി എസിൻ്റെ ഐക്യൂബ് എന്ന മോഡലാണ് നമ്മൾ വാങ്ങിയത്. അപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. അതായത് നമുക്കിനി ഈ വണ്ടി ആരെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന, അതല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടി ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പെട്രോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പോഴത്തെ E20, E30, E40 എന്നൊക്കെ പറഞ്ഞ് പെട്രോൾ മാറുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് വണ്ടിയിലോട്ട് എത്തിയത്. വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് നമുക്ക് വൈദ്യുതി ബില്ല് ലാഭമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ വണ്ടി, ടി വി എസിൻ്റെ ഐക്യൂബ്. ഈ കളർ വണ്ടി നമ്മുടെ റോഡിൽ കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ സെലക്ട് ചെയ്തത്. പെട്ടെന്ന് നോക്കിയാൽ ഒരു പെട്രോൾ വണ്ടിയാണെന്ന് തോന്നും. ഈ നമ്പർ പ്ലേറ്റ് കണ്ടാൽ ഒരു ഇലക്ട്രിക് വണ്ടിയാണെന്ന് ഈ വണ്ടിയെക്കുറിച്ച് അറിയാത്തവർക്ക് പെട്ടെന്ന് തോന്നും. ഇതൊക്കെയാണ് വണ്ടിയുടെ ലുക്ക്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വണ്ടിക്കുണ്ട്. നേരത്തെയൊക്കെ ടി വി എസിൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വിലയില്ലായിരുന്നു. കാരണം ഹീറോ ഹോണ്ട, യമഹ വണ്ടിക്കൊക്കെ നല്ല ക്വാളിറ്റിന്നും ഒക്കെ കരുതിയിരുന്നത്. ഇപ്പോൾ പക്ഷെ ടി വി എസ് ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഒരു ടച്ച് സ്ക്രീനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതായത് ഈ മോഡലിനാണ് ടച്ച് സ്ക്രീൻ വരുന്നത്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ടി വി എസിൻ്റെ ഐക്യൂബിൻ്റെ ST 5.3 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന ഒരു വണ്ടിയാണ് ഇത്. അത്യാവശ്യം വലിയ സീറ്റാണ്. എനിക്ക് 6 അടി പൊക്കമുള്ള 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഐക്യൂബ്. പിന്നെ ഇതിൻ്റെ സീറ്റിനിടയിൽ ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. പിന്നെ 32 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. അതായത് നമുക്ക് 2 ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഹൈറ്റ് കൂട്ടിയും കുറച്ചും വെക്കാം. 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ്, സാധാ എല്ലാ വണ്ടിക്കകത്തും ഉണ്ടല്ലോ റിവേഴ്സ് ഗിയറും ഒക്കെ, റിവേഴ്സ് മോഡും ഒക്കെ, അത് ഈ വണ്ടിയിലും ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള മിറർ വരുന്നുണ്ട്. ലേഡീസിനൊക്കെ യാത്ര ചെയ്യാൻ സുഖമാണ്. അതായത് സൈഡിൽ ഇരുന്ന് പോകുന്ന അമ്മമാർക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ സുഖമാണ്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഇത് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഇല്ല. അതായത് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാം. ഒരു 5 മണിക്കൂർ കൊണ്ട് ചാർജ് ആവും. നമുക്ക് റോഡിൽ, അതായത് നമുക്ക് BSNLൻ്റെ ഒക്കെ ഉണ്ടല്ലോ ചാർജിങ് സ്റ്റേഷൻ, അവിടെ ചെയ്യാം. അല്ലാതെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഇല്ല. അത് ഈ വണ്ടിയുടെ ഒരു പോരായ്മയാണ്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 2 മോഡുണ്ട്. അതായത് ഇക്കോ മോഡും പവർ മോഡും. നമ്മൾ ഇക്കോ മോഡിൽ ഒരു 52 വരെയൊക്കെ പിടിക്കാൻ പറ്റും. പവർ മോഡിൽ നമുക്കൊരു 80-85 വരെയൊക്കെ പിടിക്കാൻ പറ്റും. നമുക്കിത് പവർ മോഡിൽ പോകുമ്പം 100 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. എക്കോണമി പൊടുമ്പം 175 പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പവർ മോഡിൽ തന്നെ നമ്മളൊരു 50-ന് താഴെയൊക്കെ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് 100 140, 150 ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. എക്കോണമി പക്കയാണ്. നമ്മൾ 175 പറഞ്ഞാൽ അതിന് കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ട്രിപ്പ് ഇട്ട് പോയാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ 175 200-നടുത്ത് തന്നെ റേഞ്ച് കിട്ടും. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഈ പറയുന്നത്. ഞാനൊരു 3200 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഈ റിവ്യൂ ഇടുന്നത്. അത്യാവശ്യം നല്ല റോഡിലൊക്കെ ഓടിക്കാനൊക്കെ, നല്ല ഗട്ടറിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം മോശം റോഡിലൊക്കെ നന്നായിട്ട് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഇത് ഹബ്ബ് മോട്ടർ ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പവർ ഡയറക്റ്റ് വീലിൽ കിട്ടുന്നതുകൊണ്ട് ഒരു പ്രത്യേക സുഖമായി വണ്ടി ഓടിക്കാൻ. നമ്മുടെ ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്ന സുഖമല്ല, നമ്മുടെ അത്യാവശ്യം നമ്മൾ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന അതേ ഫീൽ തന്നെ വരുന്നത്. നമുക്ക് ഓലയൊക്കെ ഉണ്ട്. ഓലയൊക്കെ ഓടിക്കുമ്പോൾ ഈ ഒരു ഫീൽ എനിക്ക് കിട്ടത്തില്ല.
പിന്നെ അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ പവർ എടുത്ത് പോകാനും ഒക്കെ പറ്റുന്നുണ്ട്. ലേഡീസിനാണെങ്കിലും കൊണ്ട് നടക്കാനൊക്കെ സുഖമാണ് ഈ വണ്ടി. പിന്നെ ഇതാണ് ഇതിൻ്റെ രാത്രിയിലെ കാഴ്ച. ഇതാണ് ഡിസ്പ്ലേ. അത് നമുക്ക് ഒരുപാട് തീമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫോട്ടോസൊക്കെ ഇടാനും ഒക്കെ സൗകര്യമുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് ഇത് അനലോഗ് മോഡാണ്. അങ്ങനെ പല പല മോഡിലോട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, എല്ലാം കൂടി കാണിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പല പല കളർ മാറ്റിയൊക്കെ ഇടാൻ പറ്റും നമുക്ക് ഡിസ്പ്ലേക്കകത്ത്. ഇപ്പം നമ്മൾ 50% ബാറ്ററിയാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇനി 88 കിലോമീറ്റർ ഓടാം. എക്കോണമിയിലും പവറിലൂടെ ഞാൻ മിക്സ് ആയിട്ട് ഓടിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടിയുടെ വെട്ടമാണ്. ഡിമ്മും ബ്രൈറ്റും അടിച്ച് കാണിക്കുക. അത്യാവശ്യം നല്ല റോഡൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്ന